അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഖഅദ മാസത്തിൻ്റെ 25-ാം രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 25-ാം രാവാണ്. ദുൽഖഅദ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. ദുൽഖഅദ മാസത്തിൻ്റെ 4-ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. അൽഹംദുലില്ലാ, അടുത്ത വെള്ളിയാഴ്ച നമ്മൾ വിശുദ്ധമായ പവിത്രതകളേറെ നിറഞ്ഞ ദുൽഹിജ്ജ മാസത്തിലായിരിക്കും ഇൻഷാ അള്ളാഹ് ഉണ്ടാവുക. അടുത്ത ആഴ്ച ഈ സമയം. അപ്പോൾ ദുൽഹിജ്ജ നമ്മളിലേക്ക് വരുന്നു. ദുൽഖഅദ മാസം വിട പറയുന്നു. ദുൽഖഅദ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. നാളെ വെള്ളിയാഴ്ച പകൽ. ഒരുപാട് നേട്ടങ്ങൾ. സത്യം പറഞ്ഞാൽ ദുൽഖഅദ മാസം തന്നെ ഒരുപാട് ശ്രേഷ്ഠതയുള്ളതാണ്, അല്ലേ? യുദ്ധം ഹറാമാക്കപ്പെട്ട 4 പവിത്ര മാസങ്ങളിൽ ഒരു പുണ്യമായ മാസമാണ് ദുൽഖഅദ മാസം. സാധാരണ എല്ലാ മാസങ്ങളിലും എന്തുണ്ട്? വെള്ളിയാഴ്ചക്ക് പ്രത്യേകതയുണ്ട്. അത് ഈ യുദ്ധം ഹറാമാക്കപ്പെട്ട അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പ്രത്യേകം സ്പെഷ്യൽ പരിഗണന കൊടുത്ത ഈ 4 മാസങ്ങളിൽ പെട്ട വെള്ളിയാഴ്ചയാണെങ്കിലോ ഒരുപാട് നേട്ടമാണ്. അപ്പം വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാൽ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്ന രാവാണ്. 5 രാത്രികളിൽ അല്ലാഹു തആല ദുആ ഇങ്ങനെ കാതോർത്തിരിക്കുമെന്നാണ് മുഅ്മിനീങ്ങളുടെ. ആ ദുആ കേട്ട ഉടൻ അല്ലാഹു തആല ദുആ സ്വീകരിക്കും. അതുകൊണ്ട് നല്ല ഒരു സമയത്താണ്, നല്ല ഒരു സദസ്സിലാണ്, നല്ല ഒരു മജ്ലിസിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആയിനെ അല്ലാഹു തആല കബൂലാക്കട്ടെ. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും മക്കളുടെ കാര്യം പറഞ്ഞ് ഒരുപാട് വിഷമത്തിലായ ഉമ്മമാരും ഉപ്പമാരുണ്ട്. മക്കൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല ഉസ്താദെ, അവർ ഈ ലഹരിയുടെ പുറകെ പോകുന്നു, കൂട്ടുകെട്ട് ശരിയല്ല. ചില പെൺമക്കൾ അവരൊക്കെ ഈ പ്രേമത്തിൻ്റെ പുറകെ പോകുന്നു, അവർ വലിയ പ്രശ്നത്തിലാണ്, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതുപോലെ തന്നെ അവരൊക്കെ എങ്ങോട്ട് പോകുന്നെന്ന് അറിയില്ല, പിടിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടം പറയുന്ന വാപ്പമാർ ഉമ്മമാർ. അല്ലാഹു തആല നമ്മുടെ എല്ലാ മക്കൾക്കും അല്ലാഹു ഖൈറ് കൊടുക്കട്ടെ, നല്ല ബുദ്ധി കൊടുക്കട്ടെ, നല്ല ബോധം കൊടുക്കട്ടെ. അവർക്കൊക്കെ അല്ലാഹു തആല നല്ല വഴി തുറന്നു കൊടുക്കട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അല്ലാഹു തആല സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കണം. അപ്പോൾ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ചൊല്ലിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ മജ്‌ലിസ് തുടങ്ങാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന പുണ്യമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മളൊക്കെ കടക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയൊക്കെ കഴിഞ്ഞാൽ ഹാജിമാരൊക്കെ ഹജ്ജിനായി പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബിയുടെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന ഒരുപാട് അമലുകൾ നമ്മൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ ഏകദേശം എല്ലാ അമലുകളും ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട ആ ഓർമ്മകൾ അയവിറക്കുന്ന അമലുകളാണ്. എല്ലാ 5 വഖത്ത് നമസ്കാരത്തിലും അത്തഹിയാത്ത് ഓതിക്കഴിഞ്ഞ് നമ്മൾ സ്വലാത്ത് പറയാറുണ്ട്. ഏത് സ്വലാത്ത്? ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലേ? ആ സ്വലാത്തിൻ്റെ പേര് തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് എന്നാണ്. നമുക്കൊന്ന് പറഞ്ഞാൽ നിരവധി നേട്ടങ്ങൾ. സ്വലാത്തുകളുടെ രാജാവ്, നേതാവാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ നാവ് കൊണ്ട് ഉരുവിട്ട സ്വലാത്താണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ലോക മുഅ്മിനീങ്ങൾ എല്ലാ ദിവസവും എല്ലാ 5 വഖത്ത് നിസ്കാരത്തിലും പറയുന്ന സ്വലാത്താണ്. അതുകൊണ്ട് നമുക്ക് ആ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഈ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും അല്ലാഹു പരിഹാരം തരട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശിഫാ തരട്ടെ. ആരൊക്കെ കമന്റ് എഴുതുന്നു എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഇബ്രാഹിമിയ സ്വലാത്ത് നമുക്ക് ഒന്നിച്ചു പറയാം. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم
إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. ചില ആളുകൾക്ക് ക്യാൻസർ രോഗമുണ്ട്, ഒരു വശം തളർന്നു കിടക്കുകയാണ്, അതുപോലെ തന്നെ ഓർമ്മ ഇല്ല, അൽഷിമേഴ്സിൻ്റെ അസുഖം ബാധിച്ച ഒരുപാട് പേരുണ്ട്, അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥതകൾ, മാനസികമായ ബുദ്ധിമുട്ട്, ഫിക്സ് രോഗം വരുന്ന ഒരുപാട് ആളുകൾ, ഇങ്ങനെ നീറുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഈ പറയുന്ന ഞാനും നമ്മൾ ഓരോരുത്തരും, അങ്ങനെ പറയാം, നമ്മൾ ഓരോരുത്തരും പോകുന്നു. വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. എനിക്കുള്ള പ്രശ്നമല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ളതല്ല എനിക്കുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. മനുഷ്യനാണ്, ദുന്യാവാണ്, പ്രശ്നം ഉണ്ടാവും, ഉറപ്പാണ്. മനുഷ്യനാണ്, ദുന്യാവാണ്, പ്രയാസങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പ്രയാസങ്ങളും വന്ന് നമ്മൾ ഒരു മോശത്തരത്തിലേക്ക് പോവാതിരിക്കാൻ എപ്പോഴും അള്ളാഹുവിനോട് ദുആരക്കണം. എപ്പോഴും ദ്വാരക്കണം. രോഗങ്ങൾ പടച്ചോൻ തരും. അള്ളാഹുവെ സഹിക്കാൻ പറ്റുന്ന രോഗം തന്നാൽ മതി. സഹിക്കാൻ പറ്റാതെ അള്ളാഹു നിന്നെ കുറ്റം പറയുന്ന, ഉള്ളതെല്ലാം വിറ്റ് തുലച്ചാലും മാറാത്ത ഒരസുഖമൊന്നും തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കരുത്. എപ്പോഴും നമ്മൾ അങ്ങനെ ദ്വാരക്കണം. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനൊക്കെ ഒരു ക്ഷമ നമുക്ക് കിട്ടാൻ വേണ്ടിയും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ ഖൈറായ ഒരു ജീവിതം നമുക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയുള്ള ഒരു ദുആ നമുക്ക് പറയാം. ഏതാണത്? അള്ളാഹുലേക്ക് എല്ലാം തവക്കുലാക്കുന്ന ദുആയാണ്, എല്ലാം തവക്കുലാക്കുന്ന ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله.
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ഒരു ദിവസം നമ്മുടെ ചാനലിൽ ചോദിച്ചിരുന്നു, നിങ്ങൾ ചൊല്ലുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട ഇസ്മുകൾ ഏതാണ്? അപ്പോൾ ഒരുപാട് പേര് യാ റഹ്മാൻ യാ അള്ളായാണ്, യാ റഊഫ് യാ അള്ളാ, യാ ഫത്താഹു യാ അള്ളാ, ഇങ്ങനെ ഒരുപാട് ഇസ്മുകൾ പലരും പറഞ്ഞു. അതിൽ 2 ഇസ്മുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉമ്മമാരും ഉപ്പമാരും ചൊല്ലുന്നു. ഒന്ന് യാ ഫത്താഹു യാ അള്ളാ, 2 യാ ലത്തീഫ് യാ അള്ളാ. കാരണം ഇത് രണ്ടും വലിയ പവറുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള വലിയ ഒരു മാതൃകയാണ്, വലിയൊരു മാർഗമാണ് ഈ 2 ഇസ്മുകൾ. വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. എല്ലാ വിജയങ്ങളും തുറന്നു തരുന്ന, അല്ലേ, എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കാൻ അള്ളാഹുവിന് വളരെ നിസ്സാരമായ സമയം മതി. അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ഈ 2 ഇസ്മുകൾ ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അല്ലാഹ് വലിയ ഗുണം കിട്ടും. അള്ളാഹുവെ എൻ്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണം, എൻ്റെ വിഷമ പ്രയാസങ്ങൾ മാറ്റിത്തരണം എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ 2 ഇസ്മുകളും ഒന്നിച്ചു പറയാം. യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം. അഫ്ളലു ദിക്ർ, ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ ഒഴിവാക്കിയിട്ട് ഒരു മജ്ലിസുമില്ല. അഫ്ളലു ദിക്ർ, ദിക്റുകളുടെ ഏറ്റവും തലതൊട്ടപ്പനായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്.
അല്ലേ? സ്വർഗത്തിൻ്റെ വാതിലിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ദിക്റാണ്, വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ അർശിൽ എഴുതപ്പെട്ടിട്ടുള്ള വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് ഈ സ്വർഗം കാണാനും സ്വർഗത്തിൻ്റെ ഉള്ളിൽ കടക്കാനും ഒക്കെ സൗഭാഗ്യമുണ്ടാകും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മരിച്ചവനെ മരിക്കുന്ന സമയത്ത് ഈ ഒരു കലിമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാഹ് എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്ർ ഒന്ന് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹാജിമാർ ഹജ്ജിനായി പുറപ്പെട്ടു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഹാജിമാർക്ക് എല്ലാവർക്കും ഖൈറും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ. നമുക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാനുള്ള ഓർമ്മശക്തി അല്ലാഹു തആല അവർക്ക് കൊടുക്കട്ടെ. അല്ലാഹുവിൻ്റെ ഈ ഭൂമി ലോകത്ത് 15 സ്ഥലങ്ങൾ, ആ 15 സ്ഥലങ്ങളിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ട്. ആ 15 സ്ഥലവും എവിടെയാണ്? പരിശുദ്ധമായ മക്കയിലാണ്. അപ്പോൾ ആ മക്കയിലേക്കാണ് നമ്മുടെ ഹാജിമാർ പോയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവരുടെ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ സ്വീകരിക്കണേ എന്ന് നമ്മളിവിടെ വെച്ച് ദ്വാരക്കുക. അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക. എങ്ങനെയാണ് നമ്മൾ ദ്വാരക്കേണ്ടത്? ആ ഹാജിമാർക്ക് വേണ്ടിയുള്ള ദുആ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ചു വട്ടം പറയാം. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു اجعل حج حجاجنا حجا مقبولا. അല്ലാഹുവേ, ഹാജിമാർ ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരുടെ ഹജ്ജ് നീ മഖ്ബൂലായി സ്വീകരിക്കണേ അല്ലാഹ്. വ ഉംറത ഉമ്മാരിനാ ഉംറതം മബ്റൂറാ. ആ ഉംറ ചെയ്യുന്ന ഹാജിമാർ അവരുടെ ഉംറയെ നീ മബ്റൂറായി ഗുണമുള്ളതായി
നീ സ്വീകരിക്കണേ അല്ലാ. ഫസഅയ സാഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുവേ നീ സഈ ചെയ്യുന്ന ഹാജിമാർ അല്ലേ, സഈ അത് ഉംറയിൽ അതുപോലെ ഹജ്ജിൽ പെട്ടൊരു അമലാണ്. ആ സഈനെ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, നന്ദിയുള്ളതായി കബൂലാക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ആ ഹാജിമാർക്ക് അവർ ചെയ്യുന്ന അമലുകൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുന്നു. നമുക്കൊന്ന് ദ്വാരന്നാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ വസഅയ സാഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ ഹജ്ജൻ മഖ്ബൂലാ വ ഉംറത ഉമ്മാരിനാ ഉംറതൻ മബ്റൂറാ വസഅയ സാഈനാ സഅയം മഷ്കൂറാ. അല്ലാഹുമ്മ ജഅൽ ഹജ്ജ ഹുജ്ജാജിനാ حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. اللهم اجعل حج حجاجنا حجا مقبولا وعمرة عمارنا عمرة مبرورا وسعي ساعينا سعيا مشكورا. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ യാത്ര ചെയ്യുന്നതിൽ ഏറ്റവും പുണ്യമുള്ള യാത്ര അത് ഹജ്ജിൻ്റെ യാത്രയാണ്. കാരണം ഹജ്ജിൻ്റെ യാത്രയിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹജ്ജിനായിട്ട് പോകുന്നു. 2, ആ യാത്രയിൽ തന്നെ നമുക്ക് ഉംറ ചെയ്യാൻ പറ്റുന്നു. 3-മത്തേത് ഹജ്ജിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ അത് മദീന സിയാറത്ത് കൂടിയുള്ള യാത്രയാണ്. അപ്പോൾ ഈ 3 മഹത്തായ വലിയ അമലുകൾ ചെയ്യാൻ പറ്റുന്ന യാത്രയാണ് ഓരോ ഹാജിയും ചെയ്യുന്നത്. അല്ലാഹു തആല നമുക്കും ആ സൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ആ പരിശുദ്ധമായ കഅബ കാണാനും ആ കഅബയെ നമുക്ക് നമ്മുടെ കൈകൾ കൊണ്ട് ചേർത്ത് പിടിക്കാനും ഹജറുൽ അസ്വദ് ചുംബിക്കാനും അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമുക്ക് മദീന റൗദാ ഷരീഫ് കാണാനും അവിടെ ചെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയാനും റബ്ബ് തൗഫീക്ക് തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി നമുക്ക് ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടണം. അതിനുവേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? ഇൻഷാ അല്ലാഹ് എങ്ങനെയാ ദുആരക്കേണ്ടത്? اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. ഇതാണ് അല്ലാഹു അർസുഖുന ഹജ്ജ ബൈത്തിക്കൽ ഹറം. അല്ലാഹുവേ, പുണ്യമായ ആ മക്കയിൽ ചെന്ന് ഹറമിൽ ചെന്ന് ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ, ഞങ്ങൾക്ക് ഉംറ ചെയ്യാൻ തൗഫീക്ക് തരണേ അല്ലാ. അതുമാത്രം പോരാ, ഞങ്ങൾക്ക് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്കും തരണേ അല്ലാ. ഇത് വല്ലാത്തൊരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാൽ ആ ദുആ.
اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. اللهم ارزقنا حج بيتك الحرم وزيارة روضة نبيك وحبيبك مصطفى محمد صلى الله عليه وسلم. ഏകദേശം 3-4 ആഴ്ചകൾക്ക് മുമ്പ് ഒരു സഹോദരൻ, നമുക്ക് പരിചയമുള്ള നമ്മുടെ മഹല്ലിൽപ്പെട്ടൊരു സഹോദരനാണ്. അദ്ദേഹം ഉംറ ചെയ്യാൻ വേണ്ടി പോയി മദീനയിൽ ചെന്ന് അവിടെ അവരുടെ കൂടെയുള്ള എല്ലാവരും കൂടി ഇരുന്നിട്ട് മദീനയിൽ വെച്ച് അവർ ബുറുദ ചൊല്ലുകയാണ്. ബുറുദ ഇല്ലല്ലോ, മൗലായ സല്ലി വസാലിം ദായിമൻ അബദ എന്നൊക്കെ പറഞ്ഞ് ജവാബുള്ള ബുറുദ ബൈത്ത്, അമിൻ തദക്കുറിജി റാനിം ബിദി സലമി എന്ന് തുടങ്ങുന്ന ബുറുദ ബൈത്ത് പാടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മജ്ലിസിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്തും അവിടെ വെച്ച് എല്ലാവരും ഒന്നിച്ച് ചൊല്ലുമ്പോൾ അത് കേൾക്കാൻ നല്ലൊരു ഇൻപമായിരുന്നു. നല്ല രസമാണത് കേൾക്കാൻ. രസം മാത്രമല്ല, ആ സ്വലാത്ത് അത്രമാത്രം ഒരു മനോഹരമായ ഒരു സ്വലാത്താണ്. നമ്മളൊക്കെ ബദർ മൗലൂദിൽ ആ 4 വരി ബൈത്ത്, അതൊരു ബൈത്താണ്, അതൊരു സ്വലാത്താണ്. ഒരുപാട് നേട്ടങ്ങളുള്ള സ്വലാത്താണ്. നമുക്കൊന്ന് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്, സ്വലാത്തുല്ലാഹ്
സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഓരോ തസ്ബീഹാത്തുകൾക്കും ഓരോ ദിക്റുകൾക്കും ഓരോ സ്വലാത്തുകൾക്കും ഒരുപാട് വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. അത് മുഴുവനും റബ്ബ് നമുക്ക് തന്ന് നമ്മുടെ മീസാൻ എന്ന തുലാസ് ഭാരം തൂങ്ങുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ രക്കണം എന്ന് കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ നേരിട്ടുമൊക്കെ കണ്ടു പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അൽഹംദുലില്ലാ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ രക്കുന്നുണ്ട്. നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. അവർ കമൻറ്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ തന്നാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ രക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ രക്കും. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കടങ്ങൾ മാറാൻ, കച്ചവടത്തിൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, അതുപോലെ തന്നെ ബാക്കി മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. أرحم الراحمين ആയ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് കുറവുകളും ഞങ്ങൾ പറഞ്ഞതിൽ, ഓതിയതിൽ, ചൊല്ലിയതിൽ ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് അബദ്ധങ്ങളുണ്ട്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ അല്ലാ. ഇത് ഓതിയ ഉമ്മമാർക്കും ഇത് പറഞ്ഞ വാപ്പമാർക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് തെറ്റുകൾ, ഒരുപാട് പാപങ്ങൾ, ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനിയുള്ള കാലം നിനക്കും നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം പ്രദാനിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാർ പലരും ഖബറിലാണ്, അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ കൂട്ടുകാർ, നാട്ടുകാർ, വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഒരുപാട് നാളുകൾ ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്ത പലരും ഖബറിലാണ് റബ്ബേ. എല്ലാവർക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അതിന് ഈ സദസ്സുകളെല്ലാം നീ കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരെല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ വാപ്പമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ആൺമക്കൾ, അല്ലാഹു, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ കച്ചവടം, ബിസിനസ് എല്ലാം നീ അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. അവരുടെ തൊഴിൽ, അല്ലാഹു, എല്ലാ വിധത്തിലുള്ള നന്മയിലുമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ സഹോദരിമാര്, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഇനി അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ. ദുനിയാവിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ്. അവർക്ക് നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന, ഈ ദിക്റിന്റെ മജ്ലിസിൽ, അതുപോലെ ഞങ്ങളുടെ രാവിലെയുള്ള മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉസ്താദേ ദുആ അരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ദുആ വസിയ്യത്തുകൾ എഴുതാറുണ്ട് റബ്ബേ. നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട് അല്ലാ. ആരെല്ലാം ഏതൊക്കെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം കമന്റ് എഴുതിയിട്ടുണ്ടോ, എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നുണ്ടോ, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ അല്ലാ. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്, കടത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്. കോടിക്കണക്കിന് രൂപ കടമാണ്, ലക്ഷക്കണക്കിന് രൂപ കടമാണ്. ഉസ്താദ് ദുആ അരക്കണമെന്ന് പറഞ്ഞ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു, അവരുടെ കടങ്ങൾ, ഞങ്ങളുടെ കടങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പഠനങ്ങളിൽ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ റിസൾട്ടുകളൊക്കെ ഇനി വരാനുണ്ട്, പലരുടെയും പരീക്ഷകൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്നത്തെ കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്. എല്ലാവിധത്തിലുള്ള മയക്കുമരുന്നിന്റെ മോശത്തരത്തിന്റെ ഉപയോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും ഹജ്ജിനായി ഉംറക്കായി പോയിട്ടുള്ള ഹാജിമാർ, അവരെ നീ കാക്കണേ അല്ലാ. അവരുടെ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ അരക്കാനുള്ള ഓർമ്മശക്തി അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ വീടില്ലാതെ വിഷമിക്കുന്നു. ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ.
വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന് നീ സമാധാനവും ശാന്തിയും നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ലോക മുസൽമാന് നീ ഇസ്സത്തും അഭിമാനവും നിലനിർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. എല്ലാവിധ ഖൈറിലും ബറക്കത്തിലും ഞങ്ങളെ ആക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിന് നീ പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ ഖൈറിലും ബറക്കത്തിലുമാക്കണേ അല്ലാ. അവരുടെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്, കോളേജുകൾ തുറക്കുകയാണ് റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ പഠനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ പേരക്കുട്ടികൾക്ക് അല്ലാഹുവേ പടച്ചവനെ നല്ല നല്ല കോഴ്സുകൾ എടുക്കാനും അതിൽ പാസ്സായി നല്ല ഖൈറായ ഒരു ജീവിതം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാ കാര്യവും ഞങ്ങൾ തവക്കുലാക്കുകയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ ഈ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.